എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിലും ചെലവ് കുറഞ്ഞതുമായ നല്ലൊരു നോർത്ത് ഇന്ത്യൻ ഐറ്റം ആയ ബേൽപുരിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ഐറ്റാണ് ബേൽപുരി. ഇതുവരെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവര് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യണം എന്നാണ് ഞാൻ പറയുക. എന്താ വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം മതി ഇതൊന്ന് ട്രൈ ചെയ്യാൻ. അതിനുവേണ്ടി നമുക്ക് വീഡിയോ കാണാം. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് ചെയ്തേക്കണേ. ഇപ്പൊ നമുക്ക് അതിന് വേണ്ട ഐറ്റംസ് ഒന്ന് നോക്കാം. 2 സവാള, 2 തക്കാളി, 2-3 പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ നാരങ്ങ, ചെറുനാരങ്ങ അല്ലെങ്കിൽ വിനാഗിരി നമുക്ക് യൂസ് ചെയ്യാം പുളിക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ ഞാനിവിടെ എല്ലാ ഐറ്റം പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ആദ്യം ചെയ്യണത്. അപ്പൊ ഒരു ബൗളിലേക്ക് എല്ലാതും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ചെറിയ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കുമ്പോൾ പച്ചമുളക് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് പകരം കുറച്ച് മുളക് പൊടി യൂസ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ സവാള, തക്കാളി, മല്ലിയുടെ ഇല ഞാൻ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ വിന്റർ ആണ്, അതുകൊണ്ട് തന്നെ നോർത്തിലൊക്കെ ധാരാളം ഇപ്പോൾ മല്ലിയുടെ ഇല കിട്ടുന്നുണ്ട്. അപ്പോൾ മല്ലിയുടെ ഇല കുറച്ച് കുറഞ്ഞാലും വിരോധമില്ല. പക്ഷെ മല്ലിയുടെ ഇല മസ്റ്റാണ്, അതാണ് അതിന്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ ഞാനിവിടെ മല്ലിയുടെ ഇല, തക്കാളി, അതുമാതിരി സവാള ഇതൊക്കെ കൂടി യോജിപ്പിക്കുകയാണ്, ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യാണ്. ഈ സ്റ്റേജിൽ കുറച്ച് നാരങ്ങ നീര് നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ വിനാഗിരി ആയാലും കുഴപ്പമില്ല. പിന്നെ പുഴുങ്ങി വെച്ച, ഞാനിവിടെ ഉപ്പിട്ട് പുഴുങ്ങി വെച്ച 2 ഉരുളക്കിഴങ്ങ് അതും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നമുക്ക് നിർബന്ധമില്ല. ഉരുളക്കിഴങ്ങ് എല്ലാവിടെയും കാണുമല്ലോ, ഇത് ടേസ്റ്റ് ഒന്ന് വർദ്ധിക്കും. അപ്പോൾ കൈ കൊണ്ടൊന്ന് വെറുതെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഓൾറെഡി ഉപ്പ് ചേർത്ത ഉരുളക്കിഴങ്ങാണ്. ഇതൊക്കെ കൂടി യോജിപ്പിച്ച ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പൊരിയിൽ ഉപ്പുള്ളതാണെങ്കിൽ നമ്മൾ ഒന്ന് സൂക്ഷിച്ച് ഉപ്പിടണം. പിന്നെ ചേർക്കണത് ഞാൻ ടൊമാറ്റോ സോസാണ്. അപ്പോൾ ടൊമാറ്റോ സോസും പിന്നെ നാരങ്ങ നീര്, ഉപ്പ്, അപ്പോൾ മധുരം, പുളി, ഉപ്പ് എല്ലാ ഒരു രസങ്ങളും ഇതിൽ യോജിച്ച് വരുന്ന കാരണമാണ് ഇതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ്. പിന്നെ സേവ് ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എല്ലായിടത്തും നമുക്ക് ബോംബെ സേവ്, ചെറിയ കനം കുറഞ്ഞ സേവാണ് ഇതിന് ഉപയോഗിക്കുക. അപ്പൊ ഞാനിവിടെ ഉപയോഗിച്ചിരുന്നത് നവരത്തൻ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്, അതായത് ഒരു മിക്സ്ചറിന്റെ പാക്കറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിലെല്ലാ ഐറ്റവും അടങ്ങിയിട്ടുണ്ട്. കപ്പലണ്ടി, പൊട്ടുകടല, സേവ്, എല്ലാ ഐറ്റം, പിന്നെ ബിസ്ക്കറ്റ് പോലെ ഒരു ഹാർഡായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൽ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ എല്ലാ ഐറ്റവും കൂടി ഞാനിവിടെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് ശേഷം വേണം നമുക്ക് പൊരി ചേർത്ത് കൊടുക്കാൻ. അപ്പൊ നമ്മൾ ഓൾറെഡി ഇലയൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പൊരി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബേൽപുരി റെഡിയായി. വളരെ സിമ്പിളായ ഒരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പൊ നമ്മുടെ ടേസ്റ്റി ബേൽപുരി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമന്റ് അറിയിക്കുക.